വയനാട് പുൽപ്പള്ളിയിലെ ആദിവാസി കോളനിയിലേക്കുള്ള റോഡ് പണി വിവാദത്തിൽ. പുനരധിവാസം കാത്തിരിക്കുന്ന ആദിവാസി കോളനിയിലേക്ക് കോടികൾ മുടക്കിയാണ് റോഡ് പണിയുന്നത്. തങ്ങളുടെ ആവശ്യം അറിയാതെയാണ് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്നാണ് കോളനിക്കാരുടെ ആരോപണം. വയനാട് പുൽപ്പള്ളിയിലെ ചുള്ളിക്കാട് എന്ന വനഗ്രാമത്തിലേക്കൊരുങ്ങുന്ന റോഡാണിത്. പദ്ധതി ചെലവ് 2,30,00,000 രൂപ. കോളനിയിൽ 16 കാട്ടുനായ്ക്ക കുടുംബങ്ങൾ. പലർക്കും വാസയോഗ്യമായ വീടുകളില്ല. കുടിവെള്ളവും വൈദ്യുതിയുമില്ല. ആനയെ ഭയന്ന് കൂലിപ്പണിക്ക് പോലും പോവാൻ കഴിയാറില്ല. ഇങ്ങനെ നരകജീവിതം നയിക്കുന്നവർക്കിടയിലേക്കാണ് കോടികൾ ചെലവിട്ട് 1.5 കിലോമീറ്റർ വനപാത ഒരുക്കുന്നത്. ഇന്റർലോക്ക് വിരിച്ച റോഡിന് പകരം ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടതെന്ന് കോളനിക്കാർ പറയുന്നു. ഈ റോഡ് പണിയിലൊന്നും കാര്യമില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് എല്ലാവരും പുറത്തേക്ക് പോകണം എന്നൊരു തീരുമാനത്തിലാണ് എല്ലാവരും. കാട്ടാനയുടെ ശല്യം അത് തന്നെയാണ് വലിയ പ്രശ്നം. പിന്നെ രാത്രിയിലൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടുന്ന് പണിക്ക് പോകാൻ പോലും പറ്റുന്നില്ല. മാറ്റുന്നത് നല്ലത്. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേറിന് പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റില്ല. വെള്ളമില്ല. ഈ തുകയുടെ പകുതി ഉപയോഗിച്ചാൽ 16 കുടുംബങ്ങൾക്കും വനത്തിന് പുറത്ത് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകാം. ഇത്രയും കുടുംബങ്ങൾ വന്യമൃഗശല്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതോടൊപ്പം ഇവരുടെ കൈവശമുള്ള സ്ഥലം വനമാക്കി മാറ്റുകയും ചെയ്യാം. എന്നാൽ കോളനിക്കാരുടെ ആവശ്യമറിയാതെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇടനിലക്കാർക്ക് പണം കൈക്കലാക്കാനുള്ള ഉപാധി മാത്രമാണെന്നാണ് ആരോപണം. അശ്വിൻ വല്ലത്ത്, മീഡിയ 1, വയനാട്.